ഹലോ, എല്ലാവർക്കും ഷജീസ് വ്ലോഗ്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഞാൻ ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ആത്മവിശ്വാസത്തോടെ സംസാരിക്കാനായിട്ട് നമുക്ക് എങ്ങനെയാണ് ആ ഒരു സ്കില്ല് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നത്, അതിനുള്ള ടിപ്സ് എന്തൊക്കെയാണ്? ശരിക്കും പലരും പല കാര്യങ്ങളും, പല നല്ല ഐഡിയാസും പല നല്ല കാര്യങ്ങളും അവർക്കൊക്കെ ഉള്ളിലുണ്ട് അല്ലേ? പക്ഷേ ആത്മവിശ്വാസത്തോടു കൂടി അത് പ്രസന്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവോ? അല്ലെങ്കിൽ എനിക്കിങ്ങനെ ഈ പബ്ലിക്കിന്റെ ഇടയിലൊക്കെ സംസാരിക്കാനായിട്ട് എനിക്ക് പറ്റുമോ? അങ്ങനെ ഒരു ആത്മവിശ്വാസം ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ സംസാരിക്കാതിരിക്കുവാണ്. നിങ്ങൾക്ക് പബ്ലിക് സ്പീക്കിംഗ് ഭയങ്കര പേടിയാണ്. ഭയങ്കര ഒന്നുകിൽ ഷൈ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു എന്താ പറയാനാ, ഒരു ആത്മവിശ്വാസം ഇല്ലായ്മ, ഒരു വിശ്വാസമില്ലായ്മ അവനവനെ തന്നെ. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മള് ശരിക്കും ഈ ഒരു ആത്മവിശ്വാസം ഇല്ലായ്മ, അല്ലെങ്കിൽ ആ ഒരു പബ്ലിക് സ്പീക്കിങ്ങിനുള്ള ഒരു പേടി, ഇത് നമ്മൾ മാറ്റിയെടുക്കാതിരുന്നാൽ അത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിനെ തന്നെ ബാധിക്കും. നമുക്കൊന്നും എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത നമ്മൾ സമൂഹത്തിൽ വളരെ പിന്നോട്ടേക്ക് നമ്മൾ ആയിപ്പോകും. അപ്പം എങ്ങനെയാണ് ഇതിനെ നമുക്ക് മറികടക്കാൻ പറ്റും? നമ്പർ 1 എന്ന് പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ ചിന്തകളെ ഒന്ന് ശ്രദ്ധിക്കുക. മനസ്സിലായോ? എന്താണെന്നറിയോ, നമുക്ക് ഈ ആത്മവിശ്വാസം ഇല്ലായ്മ വരുന്ന എന്തുകൊണ്ടാണെന്നറിയോ? നമ്മൾ അമിതമായിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിക്കുന്നു, നെഗറ്റീവ് തിങ്കിങ്ങിലേക്ക് നമ്മൾ പോകുന്നു. അതാണ് ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത്. നമ്മളെ തന്നെ ഇങ്ങനെ എന്താ പറയാനാ, സ്വയം നമ്മളെ താഴോട്ട് വലിച്ചുകൊണ്ടിരിക്കുക. എന്നെ കാണാൻ അത്ര കൊള്ളില്ല, അല്ലെങ്കിൽ എനിക്ക് സംസാരിക്കാനുള്ള കഴിവില്ല, അല്ലെങ്കിൽ ആൾക്കാർ എന്നെ അക്സെപ്റ്റ് ചെയ്യുമോ, ഞാൻ പറയുന്നത് ശരിയാവുമോ എന്നൊക്കെയുള്ള ഒരു നെഗറ്റീവ് തോട്ട്സ് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് കൊടുക്കുകയാണ്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. നിങ്ങൾ എപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ നെഗറ്റീവ് ചിന്തകളെ പോസിറ്റീവ് ചിന്തകളാക്കി മാറ്റുക. നിങ്ങൾ എപ്പോഴും നിങ്ങളെ സ്നേഹിക്കാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾ ആരോടാണോ സംസാരിക്കുന്നത് അവരിലേക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക. നിങ്ങളുടെ സറൗണ്ടിങ്സ് നിങ്ങൾ കെയർ ചെയ്യേണ്ട, മനസ്സിലായോ? നിങ്ങൾ ആരോടാണോ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് അവരോട് മാത്രം സംസാരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക. നമ്മൾ എപ്പോഴും വിചാരിക്കും മറ്റുള്ളവർ എന്ത് ചിന്തിക്കും. ചിലപ്പോൾ അവരൊന്നും നിങ്ങൾ ശ്രദ്ധിക്കുന്നേ ഉണ്ടാവില്ല. ഓരോരുത്തർക്കും അവരവരുടെ കാര്യങ്ങളുണ്ടല്ലേ. അപ്പൊ ശരിക്കും ഈ ഷൈനസ് ഉള്ള ആൾക്കാരുകൾ എല്ലാം ഇൻട്രോവേർട്ട് ആണോ? ഒരിക്കലുമല്ല. എന്തെന്നറിയോ, ഈ ഷൈ ആയിട്ടുള്ള ആളുകള് അവർക്ക് മറ്റുള്ളവരോട് സംസാരിക്കണമെന്നൊക്കെ ഉണ്ടാവും, പക്ഷെ അവരെന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ട് സ്വയം ഒരു ക്രിറ്റിസൈസ് ചെയ്തിട്ട് പിന്നോട്ടേക്ക് വലിയും. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? അതുപോലെ തന്നെ ഈ നല്ലതായിട്ട് സംസാരിച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാർ, അതായത് പബ്ലിക് സ്പീക്കിംഗ് ഒന്നും പേടിയില്ലാത്തവര്, നല്ല ആത്മവിശ്വാസത്തോടു കൂടി സംസാരിക്കുന്ന അവരെയൊക്കെ നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്തിട്ട്, ഈവൻ അവർ നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ അവരോട് പറയാം, എനിക്കിങ്ങനെ ഷൈനസ് ഉണ്ട്, എനിക്ക് ഒരുപാട് ഐഡിയാസ് ഉണ്ട് എൻ്റെ ഉള്ളില്, പക്ഷെ എനിക്കിങ്ങനെ പ്രകടിപ്പിക്കാനായിട്ട് എനിക്ക് പറ്റുന്നില്ല. അപ്പം ശരിക്കും അവരൊക്കെ ഇതിന്റെ അപ്പുറത്തെ ഷൈനസിലൂടെ, അല്ലെങ്കിൽ ഇതിന്റെ അപ്പുറത്തെ കോൺഫിഡൻസ് ഇല്ലായ്മയിലൂടെ കടന്നുപോയവരായിരിക്കും. അപ്പൊ അവർക്ക് നിങ്ങളെ കറക്റ്റായിട്ട് നിങ്ങളെ ഗൈഡ് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള അഡ്വൈസ് നിങ്ങൾക്ക് തരാൻ പറ്റും. അതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എപ്പോഴും എങ്ങനെയുള്ള ആൾക്കാരായിരിക്കണം എന്നറിയോ? അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരായിരിക്കണം. നമ്മൾ എപ്പോഴും ആ ഒരു മെന്റാലിറ്റി, ആർക്ക് വേണമെങ്കിലും നമ്മളെ അപ്രോച്ച് ചെയ്യാം. എന്ത് കാര്യത്തിനാണെങ്കിലും ആർക്കും എന്ത് കാര്യവും വന്ന് ചോദിക്കാനുള്ള ഒരു അപ്രോച്ചബിൾ മെന്റാലിറ്റി നമുക്കുണ്ടായിരിക്കണം. മനസ്സിലായോ? നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ, നമ്മളെ കൊണ്ട് അറിയുന്ന കാര്യങ്ങൾ അതൊന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു മനസ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അപ്രോച്ചബിൾ ആയിരിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് എപ്പോഴും നിങ്ങൾ കീപ്പ് ചെയ്യുക. നമ്മൾ എപ്പോഴും ആത്മവിശ്വാസത്തോടു കൂടി ഇരിക്കാൻ വേണ്ടി, ഇരുന്നാലും നിന്നാലും നടന്നാലും ഒക്കെ ആത്മവിശ്വാസത്തോടു കൂടി നമ്മുടെ ബോഡി ലാംഗ്വേജ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം നമ്മുടെ ബോഡി ലാംഗ്വേജ് കാണുമ്പോൾ തന്നെ ഒരാളിന് മനസ്സിലാവും, ഇന്ന ആളിനോട് ചോദിച്ചിട്ട് കാര്യമുണ്ടോ, ഇന്ന ആളിന് ഇത് അറിയാവോ എന്നുള്ള ഒരു കാര്യം നമുക്ക് അവരുടെ ബോഡി ലാംഗ്വേജ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് നിങ്ങൾ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക. നല്ല രീതിയിൽ നിങ്ങൾ കാണുമ്പോൾ തന്നെ ഒരു കോൺഫിഡൻസ് ഉള്ള വ്യക്തിയാണ് എന്നുള്ള ഒരു മെന്റാലിറ്റി, ഒരു മനോഭാവം മറ്റുള്ളവരിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നിങ്ങൾ നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് എപ്പോഴും പെർഫെക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾ കീപ്പ് ചെയ്യുക. ഒരു ചെറിയ പുഞ്ചിരി മുഖത്ത് വേണം, ഐ കോണ്ടാക്ട് വേണം, കോൺഫിഡൻസ് വേണം. അപ്പോഴാണ് ആൾക്കാർ ശരിക്കും നമ്മളോട് അപ്രോച്ച് ചെയ്യുന്നത് അല്ലേ. അതുപോലെ തന്നെ നമ്മളെ എപ്പോഴും ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം. മനസ്സിലായോ?
അല്ലാതെ എല്ലാവരും എൻ്റെ അരികിലേക്ക് വരട്ടെ, ഇങ്ങോട്ട് വരട്ടെ എന്നുള്ള ഒരു മെന്റാലിറ്റി മാറ്റിയിട്ട് നമ്മൾ ആൾക്കാരുമായിട്ട് ഇടപഴകാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. നമ്മൾ കൂടുതൽ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുവോ അത്രയും കൂടുതൽ നമ്മൾ കംഫർട്ടബിൾ ആയിട്ട് മാറും. മനസ്സിലായോ? നമുക്ക് ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള ടാലന്റുകളാണ് ഉള്ളത് അല്ലെ? പല ടാലന്റുകളായിരിക്കും. എന്റെ ടാലന്റ് ആയിരിക്കില്ല നിങ്ങൾക്കുള്ളത്. ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള യൂണിക് ആയിട്ടുള്ള ചില കഴിവുകളുണ്ട് അല്ലെ? അതെല്ലാം നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരിക. മനസ്സിലായോ? അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ അത് മറ്റുള്ളവരെ നമ്മുടെ ആ സ്കില്ല് മറ്റുള്ളവരെ അറിയണം അല്ലെ? അതൊരു പൊങ്ങച്ചം കാണിക്കൽ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. നമ്മുടെ കഴിവുകളെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അപ്പം നമ്മളിലെ ആൾക്കാർക്ക് ഒരു ഇൻട്രസ്റ്റ് വരും. നമ്മളോട് തന്നെ വന്ന ആൾക്കാർ സംസാരിക്കും, അവർക്കൊരു ഇൻട്രസ്റ്റഡ് ആവും. അതോടെ നമുക്കൊരു സ്റ്റാർട്ട് കിട്ടും. നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ കോൺഫിഡന്റ് ആയിട്ട് മാറുകയും ചെയ്യും. അതുപോലെ തന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ബി യുവർ സെൽഫ്. നിങ്ങൾ എപ്പോഴും നിങ്ങളാകാൻ ശ്രമിക്കുക. നമ്മൾ ഒരിക്കലും മറ്റൊരു വ്യക്തി ആകാനായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യരുത്. നമ്മൾ എപ്പോഴും നമുക്ക് ഒരുപാട് നല്ല നല്ല പൊട്ടൻഷ്യൽ നമ്മുടെ ഉള്ളിലുണ്ടാവും, നല്ല നല്ല കഴിവുകൾ ഉണ്ടാവും. നമുക്ക് തീർച്ചയായിട്ടും നമ്മുടേതായിട്ടുള്ള ഒരു യൂണിക് ക്യാരക്ടർ ഉണ്ടാവും അല്ലെ? അപ്പൊ തീർച്ചയായിട്ടും അത് നമ്മൾ റെസ്പെക്ട് ചെയ്തുകൊണ്ട് അത് പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. അതിങ്ങനെ നമ്മളെ തന്നെ സെൽഫായിട്ട് നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കൂടുതൽ കൂടുതൽ കോൺഫിഡൻസ് നമ്മളിലേക്ക് എത്തുകയും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് തന്നെ ചെയ്യാനായിട്ടുള്ള ഒരു ആത്മവിശ്വാസം നമുക്ക് കിട്ടുകയും അതുവഴി നമ്മൾ സ്ട്രെങ്തൻ ആവുകയും ചെയ്യും. അപ്പം ഈ കാര്യങ്ങളെല്ലാം നിങ്ങളെ ജീവിതത്തിൽ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ ഒരു നല്ല ഒരു എന്താ പറയാനാ കോൺഫിഡൻറ്റോട് കൂടി എല്ലാവരുടെ മുന്നിലും വളരെ ആത്മവിശ്വാസത്തോടു കൂടി നിൽക്കാനും സംസാരിക്കാനും ഒക്കെയുള്ള ഒരു കേപ്പബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് നിങ്ങൾ മാറും. തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്